പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിന് കീഴിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണം. പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായ ഉപകനാലിന് സമീപം താമസിക്കുന്നവരുടെ ജീവിതമാണ് ദുരിതത്തിലായത്. പ്രദേശത്ത് കാട് വളർന്ന് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. വലിയകുളം, വട്ടക്കാവുങ്കൽ, മടത്തുംപടി തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതമാണ് ദുരിതത്തിലായിരിക്കുന്നത്. പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് കനാൽ അധികൃതർ പ്രദേശത്തെ അറ്റകുറ്റപ്പണി കൃത്യമായി ചെയ്യുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പ്രദേശത്ത് വലിയ രീതിയിൽ കാട് വളർന്ന് ഇഴജന്തുക്കളുടെ സ്വൈര്യവികാര കേന്ദ്രമായി. പന്നിശല്യവും സ്ഥലത്തുണ്ട്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 1974 നിർമ്മിച്ച ഉപകനാലിൽ കൃത്യസമയങ്ങളിൽ നവീകരണ പ്രവൃത്തികൾ നടത്തേണ്ടതാണ്. ആളുകൾ വളരെ ഭീതിയിലാണ്. ഇത് വർഷങ്ങളായി മെയിൻറ്റെയിൻ ചെയ്തിട്ട്, കാരണം ഇത് PIP വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്തുകൾക്ക് ഇത് തൊഴിലുറപ്പിൽപ്പെടുത്തി വൃത്തിയാക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ എത്രയോ വർഷമായി അതിന് ഈ ജനപ്രതിനിധികൾ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല, പഞ്ചായത്ത് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. ഈ കനാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇങ്ങനെ കാട് മൂടി കിടക്കുക. ഇതിൻ്റെ അകത്ത് പല ജീവികളും ഉണ്ട്. ഇത് വൃത്തിയാക്കാതെ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നത് കൊണ്ട് പല ദോഷങ്ങളുണ്ടായി. റീസെൻ്റ്ലി ഇവിടെ ഒരു മൂർഖൻ പാമ്പ് കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. പന്നികളുടെ ഭയങ്കര ശല്യമാണ്. പുന്നോൾ, അയന്തി, മടത്തുംപടി പാടശേഖരങ്ങളിൽ വെള്ളമെത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കനാൽ നിർമ്മാണം. കഴിഞ്ഞ 5 വർഷമായി കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല. പാർശ്വഭിത്തികളും ഇടിഞ്ഞു. ഇന്ന് നാട്ടുകാർക്ക് ഇത് വളരെ നാട്ടുകാർക്കൊരു ഉപദ്രവമായിട്ട്, നാട്ടുകാർക്ക് അതൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. നിരവധി വീടുകളിൽ വിഷമുള്ള പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, പഞ്ചായത്ത് നമ്മൾ അറിയിക്കുമ്പോൾ അവരാണല്ലോ ഒന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരാണല്ലോ മുൻകൈ എടുക്കേണ്ടത്. ഇതൊന്നും നടക്കുന്നില്ല. അതിന് ഇനി ഏത് അധികാരികളെ കണ്ടാൽ പറ്റും, എങ്ങനെ സാധിച്ചെടുക്കാൻ കഴിയും, ഇതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കാട് വെട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. പ്രദേശവാസികളിൽ ചിലർക്ക് അടുത്ത കാലത്ത് പാമ്പുകടിയേറ്റിരുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.